ശരിക്കും ഓരോ ലോകകപ്പുകളും ഓരോ ഇമോഷണൽ റോളർ കോസ്റ്ററുകളാണ്. സങ്കടങ്ങളും സന്തോഷങ്ങളും ഓരോ ലോകകപ്പിന് ഒരുപാട് പറയാനുണ്ടായിരിക്കും. ലോകം മുഴുവനും കാറ്റു നിറച്ച ഒരു തുകൽപന്തിനോളം ചെറുതാകുന്ന 4 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിനെയാണ് നമ്മൾ ലോകകപ്പ് എന്ന പേര് വിളിച്ച് ആഘോഷിക്കുന്നത്. ഇത്തവണ ഏറെ സവിശേഷതകളുണ്ട്. ഏകദേശം 48 ടീമുകളോളം പങ്കെടുക്കുന്ന വേൾഡ് കപ്പിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും ഒരു താരം കൂടി ഉണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കൂടി വളർന്നു പോയ താരമാണെന്ന് പറയുമ്പം കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഒരുപാട് സന്തോഷിക്കാം. 2016 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നമ്മുടെ കോപ്പലാഷാൻ്റെ കീഴിൽ 11 മത്സരങ്ങളിൽ നമുക്ക് വേണ്ടി കളിച്ച ഹെയ്ത്തിയൻ സൂപ്പർ താരം ഡെക്കൻ നാസോണിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും ഹെയ്ത്തിയൻ ഫുട്ബോളിൻ്റെ ജാതകം തന്നെ തിരുത്തി എഴുതാൻ കഴിഞ്ഞ താരമാണ് ഡെക്കൻ നാസോൺ എന്ന് പറയേണ്ടി വരും. അന്ന് ഹെയ്ത്തിയിലെ സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ബെൽഫോർട്ട് ആയിരുന്നെങ്കിൽ പോലും ടീമിലെ ഏറ്റവും മികച്ച പ്രതിഭയായിട്ട് നമ്മളെല്ലാവരും കണ്ടത് ഡെക്കൻ നാസോണിനെ തന്നെയാണ്. മിന്നൽ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ പാറ്റൻ ടാങ്ക് ശരീരവുമായിട്ട് എതിരാളികളെ ഇടിച്ചിട്ടുകൊണ്ട് ഓടി വന്നെന്ന് അദ്ദേഹം നേടുന്ന ഗോളുകളുടെയൊക്കെ ആ ഒരു കൃത്യത വളരെ വലുതായിരുന്നു. അതേ ഡെക്കൻ നാസോണിനെ ഇപ്പം വേൾഡ് കപ്പിലേക്ക് ഹെയ്ത്തിയെ കൈപിടിച്ചുയർത്തുന്ന വീരനായകനായിട്ടാണ് ഹെയ്ത്തിയൻ ജനത കാണുന്നത്. നീണ്ട 52 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഹെയ്ത്തി വീണ്ടും ലോകകപ്പിന് യോഗ്യത നേടുകയാണ്. ഒടുവിൽ ഹെയ്ത്തി ലോകകപ്പ് കളിച്ചത് 1974 1974 ശേഷം കൃത്യം 52 വർഷങ്ങൾക്കിപ്പുറം 2026 ഹെയ്ത്തി ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അന്ന് കോപ്പലാഷൻ്റെ കീഴിൽ മിന്നിത്തിളങ്ങി കളിച്ച നമ്മുടെ സ്വന്തം ഡെക്കൻ നാസോനാണ്. ഹെയ്ത്തിക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം. അദ്ദേഹം 76 മത്സരങ്ങളിൽ നിന്നും കേവലം 76 ഇൻ്റർനാഷണൽ അപ്പിയറൻസിൽ നിന്നും 44 ഗോളുകൾ ഈ സൂപ്പർ താരം നേടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എത്രമാത്രം ഇമ്പാക്റ്റ് ബ്ലാസ്റ്റേഴ്സ് വളർത്തിവിട്ട് ഈ ഒരു താരം നേടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് തന്നെ എടുത്തു പറയത്തക്ക വലിയ സ്റ്റാറ്റോ, കരിയർ ബാക്ക്ഗ്രൗണ്ടോ ക്ലബ് ബാക്കിങ്ങോ ഒന്നും നമ്മുടെ ഡെക്കൻ നാസോണിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പിന്നീട് പുള്ളിയുടെ ആ ഒരു തലവര തെളിയുകയായിരുന്നു. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം തൻ്റെ തലവര തെളിയിച്ച ഒരു താരമാണ് ഡെക്കൻ നാസോൺ. അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വന്നതിന് ശേഷം തലവര തെളിയിച്ച താരങ്ങൾ കുറേ പേരുണ്ട്. ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ചെന്നൈ എഫ്സിക്ക് വേണ്ടി കളിച്ച കൊളംബിയൻ താരമായിട്ടുള്ള ജോൺ സ്റ്റീവൻ മെൻഡോസയൊക്കെ അതിൽ പെടുന്നതാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ ജാതകം തന്നെ തിരുത്തി എഴുതാൻ മാത്രം കാലിബറുള്ള ഒരു താരമായിട്ട് ISL നിന്നും വളർന്നുപോയ ഒരു താരം മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെക്കൻ നാസോൺ മാത്രമായിരിക്കും.